friends, welcome to our channel. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇത് ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ചെമ്പരത്തി പൂ ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ഒരു ഫേസ് ക്രീമും അതുപോലെ തന്നെ ഒരു സിറം ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് പേർക്കുള്ള ഒരുപാട് പ്രോബ്ലങ്ങൾക്ക് പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ രണ്ട് മെത്തേഡ് നമ്മളിന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 15 വയസ്സ് മുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒന്നാണ് ഈ ഒരു ചെമ്പരത്തി പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഇതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ നമുക്ക് വരിവരായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഭയങ്കരമായിട്ട് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. കൊളാജനൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് സാഗി ആയിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും, റിങ്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കും, ആ കണ്ണിന് ചുറ്റുമുള്ള ചുളിവ് ഉണ്ടെങ്കിൽ അത് മാറ്റും, കറുപ്പുണ്ടെങ്കിൽ അത് മാറ്റും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് കുറയും, പിഗ്മെന്റേഷൻ കുറയും, അതുപോലെ തന്നെ സ്കിൻ ഭയങ്കര ക്ലിയറും നല്ല ഗ്ലോയിങ്ങും ആയും. പിന്നെ നമ്മൾ ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സൺടാനൊക്കെ മാറി സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മളിത് ഫോക്കസ് ചെയ്യുന്നത് ആൻറ്റി ഏജിങ് ആണ് കേട്ടോ. കാരണം നമുക്ക് ഇതൊരു 20 ഏറ്റവും കുറഞ്ഞത് ഒരു 20 വയസ്സ് മുതലെങ്കിലും നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങണം എന്നുള്ളതാണ്. ഈ ഒരു ക്രീമോ അല്ലെങ്കിൽ ഇതൊരു പാക്കായിട്ടുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് തുടങ്ങാം. അതല്ല നിങ്ങൾക്ക് വീഡിയോ ക്രീം ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, സിറായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. മെയിനായിട്ട് ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് ആൻറ്റി ഏജിങ് ആണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഹെൽത്തി ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ. പിഗ്മെന്റേഷൻ ഒക്കെ മാറി, പിമ്പിൾസിന്റെ പിമ്പിൾസ് അതൊക്കെ മാറി സ്കിൻ നല്ല ക്ലിയർ ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കില്ല. അതിനൊക്കെ അടിപൊളിയായിട്ടുള്ള റെമഡിയാണ്. അപ്പോൾ ഞാൻ ഒത്തിരി സംസാരിച്ച സമയം കളഞ്ഞ് ഈ വീഡിയോ ലെങ്തി ആക്കുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറയണ പോലെ തന്നെ ഫോളോ ചെയ്ത് കാണാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീമും സിറം ഒക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ചെമ്പരത്തിയുടെ പൂവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ 5 ഇതളുള്ള റെഡ് കളറുള്ള ചെമ്പരത്തിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കത് ഏകദേശം ഒരു 10 ഫ്ലവറാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനി ഈ റെഡ് കളറിലുള്ള 5 ഇതളുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ചെമ്പരത്തിയുടെ പൂവ് വേണമെങ്കിലും എടുക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ റെഡ് കളറിലുള്ള ചെമ്പരത്തി പൂവ് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ അത് തന്നെ മാക്സിമം എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഏകദേശം ഒരു 10 പൂവ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്റ്റെമ്മും അതിൻ്റെ പൂമ്പൊടി അതൊന്നും വേണ്ട, ഇതളുകൾ മാത്രം മതി. അതിങ്ങനെ വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു 10 പൂവിൻ്റെ ഇതളുകൾ എടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ എക്സ്ട്രാ അങ്ങനെ അധികം കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് അതിന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാഷ് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഇടികല്ലിനകത്ത് ഇട്ട് വേണമെങ്കിൽ അങ്ങനെ മാഷ് ചെയ്യാം. അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ അങ്ങനെ മാഷ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഭയങ്കര മെസ്സി പരിപാടിയാണ്. നമ്മൾ ഇടികല്ലിലും അതുപോലെ തന്നെ എന്താണ് മിക്സിയിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് പ്രശ്നം. അപ്പോൾ അതല്ല നിങ്ങൾക്ക് മെസ്സി ആവുന്നത് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന മാതിരി അത്യാവശ്യം പരന്നൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൈ കൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൂൺ വെച്ചിട്ടോ തടിയുടെ തവിയോ സ്പൂണോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഞാൻ കാണിക്കുന്ന പോലെ ചെയ്യാം. അപ്പം ആദ്യം ഞാൻ തടിയുടെ ആ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു. അതിനുശേഷം എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുത്തത്. എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പേസ്റ്റ് ആവുകയോ അല്ലെങ്കിൽ നല്ല പോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം കുറച്ച് ആ ഒരു തടിയുടെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കൈ കൊണ്ട് എല്ലാതും ഒന്ന് മിക്സാക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ വീണ്ടും ആ തടിയുടെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മാഷ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലതായിട്ട് തന്നെ ഒന്ന് ഒരു ഉടഞ്ഞ പരിവാവില്ലേ നമുക്ക്, അതുപോലെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ നെക്സ്റ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ലെമണാണ് എടുക്കുന്നത്. ഒരു ചെറിയൊരു ലെമൺ എടുക്കുക. അതിൽ ആദ്യം ഹാഫ് പോർഷൻ കുറച്ച്, അതായത് ഹാഫ് ലെമൺ ആദ്യം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് കൈ കൊണ്ടും അതുപോലെ തന്നെ ആ ഒരു മാഷർ ഉപയോഗിച്ച് നമുക്ക് മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കളർ ചേഞ്ച് വരുമ്പോൾ അറിയാം സിട്രിക് ആസിഡാണ് നമ്മുടെ ഈ ഒരു ലെമൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വീണ്ടും നമ്മുടെ മാഷ് ചെയ്യുമ്പോൾ ഡാർക്ക് ഷെയ്ഡിലേക്ക് പോയ നമ്മുടെ ചെമ്പരത്തിയുടെ ഫ്ലവർ വീണ്ടും റെഡ് കളറിലേക്ക് വരും കേട്ടോ. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള ഹാഫ് ലെമണും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതായത് ഒരു ലെമൺ ജ്യൂസാണ് നമുക്ക്, ഒരു ലെമണിൻ്റെ ജ്യൂസാണ് വേണ്ടത്. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഒഴിച്ചതിന് ശേഷം നല്ല പോലെ തന്നെ അതിനെ മാഷ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു എസൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാക്റ്റ്, ആ ഒരു ചെമ്പരത്തിയുടെ എക്സ്ട്രാക്റ്റുകളെല്ലാം നമ്മൾ ഈ ഒരു ലെമൺ ജ്യൂസിൽ മിക്സ് ആവണം. ആ രീതിയിൽ നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലായിടത്തും നമ്മളിതൊന്ന് വീണ്ടും ഒന്ന് കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ഉടച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചെമ്പരത്തി ലെമൺ ജ്യൂസും കൂടെ നല്ലതായിട്ട് ഇതായിട്ട് അതിൻ്റെ എസൻസും നമ്മുടെ ആ ഒരു അതിൻ്റെ ഒരു എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ ഒരു ജ്യൂസിലേക്ക് മാത്രമായിട്ട് ഇറങ്ങിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് അങ്ങനെ വെച്ച് എടുത്തതാണ്. ഇനി നമ്മളിതിനെ ഒന്ന് അരിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചെറിയ കണ്ണുള്ള അരിപ്പയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ തുണി ഉണ്ടല്ലോ, വൈറ്റ് കളറിലുള്ള കോട്ടൺ തുണി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് അരിച്ച് വേണമെങ്കിലും എടുക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അങ്ങനെ അരിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ജ്യൂസ് മാത്രമായിട്ടാണ് വേണം കിട്ടാനായിട്ട്. ഈ ചെമ്പരത്തിയുടെ ചെറിയ ചെറിയ അംശങ്ങളൊന്നും വരരുത് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിറം തയ്യാറാക്കുമ്പോൾ ക്രീം തയ്യാറാക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം മതി. ഒരു പക്ഷേ നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ചെമ്പരത്തിയുടെ ചെറിയ പീസുകൾ വരുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി അരിച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇതുപോലെ നമ്മുടെ ആ അരിപ്പയിൽ ഈ ഒരു തടിയുടെ ആ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ബാക്കിയുള്ള എല്ലാ ഇതിൻ്റെ ഗുണങ്ങളും അതിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല പതയായിട്ടും ഒക്കെ നമുക്കതിന് ഇങ്ങനെ നല്ലപോലെ ഇറങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് അതിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. കുറച്ച് നല്ല കൊഴുത്തിട്ട് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലൊക്കെ ആകെ മൊത്തം കളറായി. ഇനി നമുക്കിതിനെ സിറം തയ്യാറാക്കാനായിട്ട് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രൈ സ്കിന്നാരാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല നിങ്ങളിപ്പോൾ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് ഗ്ലിസറിനാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം വിറ്റമിൻ ഇയുടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നുകാരാണെങ്കിൽ ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ ഞാൻ ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വിറ്റമിൻ ഇയുടെ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ വിറ്റമിൻ ഇയുടെ ഓയിൽ, ഒരു 7-8 ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏത് എസെൻഷ്യൽ ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ആഗ്നേ പ്രോൺ സ്കിൻ ടൈപ്പാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ടീ ട്രീ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിമ്പിൾസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ 5 ടീസ്പൂൺ അലോവേരയുടെ ജെല്ല് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അങ്ങനെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ചെമ്പരത്തിയുടെ എക്സ്ട്രാക്റ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കത് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. അതായത് ചെമ്പരത്തിയുടെ ചെറിയ ഇതളുകളുടെ പീസുകൾ എന്തെങ്കിലും അതിനകത്ത് കിടപ്പുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ ലൂസായിട്ട് വരുമ്പോൾ അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി സ്ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ലിക്വിഡ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ പാച്ചിയാവേ അങ്ങനെ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് ഇതിന് മിക്സ് ചെയ്യണം. ഞാൻ എല്ലാം ഫാസ്റ്റ് ഫോർവേഡിലാണ് വിടുന്നത്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും കേട്ടോ, ഞാൻ റീപ്ലൈ തരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ചെറിയ അവിടെ എവിടെയായിട്ട് എനിക്ക് ആ ഒരു അരിച്ചെടുത്തേന്നുള്ള ആ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ മറ്റേ അരിപ്പിൽ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അരിച്ചെടുത്തപ്പം എനിക്ക് അതിനകത്തുണ്ടായിരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ആ ചെറിയ ചെമ്പരത്തിയുടെ ഒരു ചെറിയ ചെറിയ പീസുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിച്ചതിന് ശേഷം അത് എനിക്കെല്ലാം റിമൂവ് ആക്കി കിട്ടി. ഇതാകുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം
ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നതും. അതുപോലെ തന്നെ ഒറ്റ പീസ് പോലും ചെമ്പരത്തിയുടെ എന്താ പറയുക ചെറിയ ചെറിയ കഷ്ണങ്ങളോ പീസുകളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ സിറം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. 3 ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. നോർമൽ ടെമ്പറേച്ചറിൽ 30 ഡേയ്സ് വരെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിലിലോ ചില്ലിൻ്റെ ബോട്ടിലോ സിറം ബോട്ടിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ സിറം ആയതുകൊണ്ട് തന്നെ സിറം ബോട്ടിലുണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. സിറത്തിൻ്റെ ബോട്ടിൽ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. ഞാൻ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുത്തേക്കാം, ജസ്റ്റ് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സിറം റെഡി ആയി കഴിഞ്ഞു. ഭയങ്കര ലിക്വിഡി കൺസിസ്റ്റൻസിയാണ്. നല്ലപോലെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആയി പോവും. അതുപോലെ തന്നെ അടിപൊളി റിസൾട്ടാണ്. 7 ഡേയ്സിലൊക്കെ ചില സ്കിൻ ടൈപ്പർക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് നമ്മുടെ ഓരോ സ്കിന്നിൻ്റെ ടൈപ്പ് ടെക്സ്ചറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ അടുത്ത് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക സിറം തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതെങ്ങനെയാണ് ക്രീം ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സിറം തയ്യാറാക്കിയതിൻ്റെ ബാക്കിയുള്ള ആ ഒരു ലിക്വിഡ് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അതിലേക്ക് നമുക്കിനി ഒരു 3-4 ടേബിൾ സ്പൂൺ അലോവേരയുടെ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റമിൻ ഇയുടെ ഓയിലോ ആൽമണ്ട് ഓയിലോ അങ്ങനെയുള്ള ഓയിൽസ് ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല ഓയിലി സ്കിന്നുകാരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും. പക്ഷേ ആ ഒരു സിറത്തിൻ്റെ അത്രയും കളർ ഉണ്ടാവില്ല. കാരണം ആ ഒരു സിറത്തിൻ്റെ കളറിലേക്ക് അത്രയുള്ള കളറിലേക്ക് നമ്മൾ എക്സ്ട്രാ ഒരു 3-4 ടേബിൾ സ്പൂൺ അലോവേരയുടെ ജെല്ല് ആഡ് ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ ആ ഒരു കളറിൽ ചെറിയൊരു വ്യത്യാസം വരും. അതേ ഉള്ളൂ. അല്ലാണ്ട് ബെനിഫിറ്റൊക്കെ സെയിം ആണ് കേട്ടോ. സിറത്തിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റും ക്രീമിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം തയ്യാറാക്കി യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് രണ്ടും യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ആദ്യം സിറം യൂസ് ചെയ്യുക, അതിനുശേഷം ക്രീം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടിനും നല്ല ബെനിഫിറ്റ് ഉള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്ത ഒരു ക്രീമിൽ സ്റ്റോർ ചെയ്യുക. ജലാംശമൊന്നും തട്ടാതെയാണ് നമ്മൾ എടുത്തതെന്നുണ്ടെങ്കിൽ 30 ഡേയ്സ് നോർമൽ ടെമ്പറേച്ചറിൽ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ ജെല്ലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് പാടാണ് കേട്ടോ. നോർമൽ ടെമ്പറേച്ചറിൽ അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീമും അതുപോലെ തന്നെ സിറവും തയ്യാറാക്കിയെന്നുള്ള കാര്യം. അപ്പോൾ അതാ ഇതേപോലെ 2 ബോട്ടിലായിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിറത്തിന് കുറച്ച് കളർ കൂടുതലാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലിക്വിഡ് ഫോമിലാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പിന്നെ എക്സ്ട്രാ അലോവേര ജെല്ലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഷെൽ ലൈഫ് കുറയുന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരാൾക്കാരുണ്ടാവും. ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ക്രീമും യൂസ് ചെയ്യാം, സിറവും യൂസ് ചെയ്യാം. അപ്പോൾ അത് രണ്ടും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇത് രണ്ടും നമ്മൾ നൈറ്റിൽ മാത്രം യൂസ് ചെയ്യേണ്ടതാണ്. ഡെയിലി യൂസ് ചെയ്യണം. നൈറ്റിൽ ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞ് ടോണർ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ആദ്യം ഈ ഒരു സിറം യൂസ് ചെയ്യുക. അത്യാവശ്യം ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കുറച്ചും കൂടി ബെനിഫിറ്റ് തരും കേട്ടോ. അപ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ നമുക്കൊരു 30 ഡേയ്സ് വരെ വെക്കാനായിട്ട് പറ്റും. കാരണം ഇതിനകത്ത് നമ്മൾ ജലാംശമൊന്നും എക്സ്ട്രാ അടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 30 ഡേയ്സ് കറക്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൻ്റെ ബെനിഫിറ്റും കൂടി കിട്ടും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ല കൂളിംഗ് ആയിട്ടുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്കിൻ ടൈറ്റൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിനി ഇത് സിറം എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഡ്രോപ്പ് നമ്മുടെ സാധാരണ സിറം അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ എടുക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അതൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ കണ്ണിനടിയിലൊക്കെ റിങ്കിൾസ് നമുക്ക് പെട്ടെന്ന് ഫോം ചെയ്യും. അതൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോകും. നമ്മൾ ഇങ്ങനെ ആയിട്ട് ഒരുപാട് റബ്ബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, എൻ്റെ സ്കിന്നിലേക്ക് ഇത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇന്ന് അബ്സോർബ് ആയി പോയി കണ്ടോ. അപ്പോൾ ഒരു 7 ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇതുപോലെ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൻ്റെ വലിപ്പം അനുസരിച്ച് സിറത്തിൻ്റെ ഡ്രോപ്സിൽ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുഞ്ഞ് ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ഡ്രോപ്പ് തന്നെ മതിയാവും. ഇനി നമ്മൾ നെക്സ്റ്റ് ഇത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയതിനു ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ചെയ്യണമെങ്കിൽ സിറം മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സിറം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ പിന്നെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതോ അത് ഉപയോഗിക്കുക. അതല്ല നിങ്ങൾ
സിറം ക്രീമും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിറം അപ്ലൈ ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം ക്രീം അപ്ലൈ ചെയ്യുക. അതല്ല ക്രീം മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേ വേറെ ഏതെങ്കിലും സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്താൽ മതി. അത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അത്രയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇതുപോലെ ക്രീം എടുക്കാം, എന്നിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം, നല്ല പോലെ ഒന്ന് മസാജ് ചെയ്യുക, അങ്ങനെ ലീവ് ചെയ്യുക കേട്ടോ. ഈ ഒരു ജെല്ലുണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതിന് ഹെയർ ഫോളിനും ഹെയർ ഗ്രോത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ സത്യത്തിൽ ഇതൊരു ചെമ്പരത്തി ജെല്ല് മേക്കിംഗ് പോലെയാണ് നമ്മളിതിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വാങ്ങാറില്ലേ ചെമ്പരത്തിയുടെ ജെല്ല്, അതുപോലെയാണ് കേട്ടോ. നല്ല ബെനിഫിറ്റ് ഉള്ളതാണ്. ഇത് നമ്മുടെ ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന റിങ്കിൾസ് ഒക്കെ കുറയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഇതെല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ട് പോകും. കാരണം ഇതിനകത്ത് ഒരുപാട് കൊഴുപ്പില്ല. കാരണം നമ്മൾ ആ ഒരു ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു തിക്നെസ് കുറച്ചതുകൊണ്ട് തന്നെ, പിന്നെ നമ്മൾ ആ ചെമ്പരത്തിയുടെ ആ ഒരു ജ്യൂസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആ കൊഴുപ്പ് അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതളുകൾ ഫ്രഷോടെ എടുത്തിട്ടില്ലല്ലോ, അതിൻ്റെ എസൻസ് മാത്രമല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ കണ്ടോ, നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ലൊരു ഗ്ലോ വരും നമ്മുടെ ഫേസിലുണ്ടോ, നമ്മുടെ ചീക്ക് ബോൺസ് ഒക്കെ നല്ലപോലെ ഗ്ലോ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം, ഡെയിലി യൂസ് ചെയ്യണം. പിന്നെ വന്നിട്ട് പകൽ സമയത്ത് സൺസ്ക്രീൻ മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്യും എന്നുള്ള കാര്യം. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് മാമാർത്തിൻ്റെ ഞാൻ ഒരൊറ്റ സൺസ്ക്രീനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്രയും നാളും. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ 2-3 സൺസ്ക്രീൻസ് കൂടെ മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഒരെണ്ണേ യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ 2 കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അതും കൂടെയൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല സൺസ്ക്രീൻസിൻ്റെ റിവ്യൂ ചെയ്യാം. അപ്പോൾ കറൻ്റ്ലി ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലാഷ് ഷീൽഡിൻ്റെത് യൂസ് ചെയ്യുമായിരുന്നു, SPF 40. പിന്നെ വന്നിട്ട് നമ്മുടെ അക്വാലോജിക്കയുടെ SPF 50 വരുന്നത് ഗ്ലോ സൺസ്ക്രീൻ ആണ് കേട്ടോ. അത് അടിപൊളി സൺസ്ക്രീൻസ് ആണ് ഇത് രണ്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്കിൻ ടൈപ്പ് നോക്കുക, അത് നോക്കിയിട്ട് നല്ലൊരു സൺസ്ക്രീൻ വാങ്ങിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ സാധാരണ CTMS റൊട്ടീൻ നൈറ്റിലും മോർണിംഗിലും ഉള്ളത് ഫോളോ ചെയ്യുക. എന്നിട്ട് ഇതുപോലുള്ള സ്കിൻ കെയറും ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ